ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടാൻജൻസ്, തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഈ സാധനം എന്ന് മനസ്സിലാവേണ്ടത്, നമുക്ക് എന്താണ് തൊടുവര, എന്താണ് ടാൻജന്റ് എന്ന് മനസ്സിലാകും. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇവിടെ നോക്കിയേ, ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈൻ ഒരിക്കലും എൻഡ് ചെയ്യത്തില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. രണ്ടറ്റങ്ങൾ, ഒരു രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, കേട്ടല്ലോ. ഇതിൻ്റെ അകത്ത് ഓരോ പാർട്ട് എടുത്താണ് നമ്മുടെ ലൈൻ സെഗ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, കേട്ടല്ലോ. അപ്പൊ ലൈൻ അല്ലെങ്കിൽ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ രണ്ടറ്റത്തൊന്നും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും അത് എൻഡ് ചെയ്യത്തില്ല. അപ്പൊ അത് ഇവിടെ ശ്രദ്ധിച്ചേ, ഞാനൊരു സർക്കിൾ വരച്ചു, അല്ലെങ്കിൽ ഒരു സർക്കിൾ വരച്ചു, ഒരു വൃത്തം വരച്ചു, അതിനൊരു സെന്റർ ഉണ്ട്. ഈ സെന്ററിൽ അല്പം സർക്കിൾ ഇവിടെ കിടപ്പുണ്ട്. ഈ സർക്കിളിൽ ഞാനൊരു ലൈൻ വരയ്ക്കുവാണ്. ഈ ലൈൻ അല്ലെങ്കിൽ ഈ രേഖ സർക്കിളിന്റെ എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്? 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇനി ഇതേ വേറൊന്ന് നോക്കിയേ, ഞാൻ വേറൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇവിടെയും എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്? 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് പറയുവാണ്, ഇങ്ങനെ ഒരു ലൈൻ സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുവാണ്, എനിക്ക് സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത ഒരു ലൈൻ വരയ്ക്കണം എന്ന് പറയുവാണ്. അപ്പൊ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇത് ഇങ്ങനെ ഒരു വര വരച്ചു. ഇതിപ്പോ ഒരു പോയിന്റിൽ മാത്രമല്ലേ ടച്ച് ചെയ്തിട്ടുള്ളൂ, പറ്റുമോ? ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എൻഡ് ചെയ്യാതെ പോകുന്ന സാധനമാണ്. അപ്പൊ ഈ ലൈൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കാം. അങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ദേ ഇവിടെയും കൂടി ടച്ച് ചെയ്യും, കേട്ടല്ലോ. അപ്പൊ ഈ ലൈൻ ഇങ്ങനെ വരച്ചാൽ ഒരു പോയിന്റിലല്ല 2 പോയിന്റിൽ ടച്ച് ചെയ്യും. ഇതേ വേറൊരു എക്സാമ്പിൾ നോക്ക്. ഒരു സർക്കിൾ എടുത്തു, സർക്കിളിന് സെന്റർ ഞാൻ ഒരെണ്ണത് ഇങ്ങനെ വരച്ചു. ഈ ലൈൻ ഇപ്പൊ ഒരു പോയിന്റിലേ ടച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞു ലൈൻ ഒരിക്കലും നെവർ എൻഡിങ് ആണ്, എൻഡ് ചെയ്യാത്തതാണ്. ഇതിങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ദേ ഇവിടെ കൂടി ടച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈൻ ആവോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു സർക്കിൾ വരയ്ക്കണം. സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, എ എന്നും പറഞ്ഞൊരു പോയിന്റ് എടുത്തു. എനിക്ക് ഈ എയിലൂടെ മാത്രം കടന്നു പോകുന്ന, എ എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചാൽ മതിയോ? ഇങ്ങനെ വരച്ചാൽ മതിയോ? പോരാ. അങ്ങനെയൊക്കെ വരച്ചാൽ രണ്ടിടത്ത് ടച്ച് ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നറിയാം? ഇത് ഇങ്ങനെ വരയ്ക്കും. അതായത് ഈ ലൈനിന്, ഈ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈൻ. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഈ ഒരു പോയിന്റിലൂടെ മാത്രമല്ലേ ഇത് കടന്നു പോയേക്കുന്നത് ആണ്. ഇനി ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടി വരച്ചാലും ഇത് എവിടെയെങ്കിലും ടച്ച് ചെയ്യുമോ? ഇല്ല. ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലതേ, ഒരു സർക്കിൾ ഉണ്ടാവും. ആ സർക്കിളിന്റെ ഒരു പോയിന്റിൽ മാത്രം, ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈൻ. അപ്പൊ അതെങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ഈ ലൈനിലെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ എന്താണ് ടാൻജന്റ്, എന്താണ് തൊടുവര എന്നിനി ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു വൃത്തത്തിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു ലൈൻ, അതിനെ പറയുന്ന പേരാണ് എന്ത്? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര. ഇപ്പൊ എന്താണ് ടാൻജന്റ്, എന്താണ് തൊടുവര എന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ടാൻജന്റ്? ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഒരു ലൈൻ, അതിനെ പറയുന്ന പേരാണ് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര. ഇത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഒരു സർക്കിൾ, ഈ സർക്കിളിന് ഒരു സെന്റർ, അല്ലെ? ഇനി ഞാൻ പറയുവാണ്, ഈ സർക്കിളിൽ ഒരു പോയിന്റ് എടുക്കുവാണ്. ഈ സർക്കിളിന്റെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ഈ ലൈനിനെ പറയുന്ന പേരാണ് എന്ത്? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം, പി ക്യു. അപ്പോൾ ഈ സർക്കിളിൽ പി ക്യു എന്ത് സാധനമാണ്? പി ക്യു എന്ന് പറയുന്നത് ടാൻജന്റ് ആണ് അല്ലെങ്കിൽ തൊടുവരയാണ്, കേട്ടല്ലോ. എളുപ്പമല്ലേ? ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ശ്രദ്ധിച്ചു. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പൊ നോക്കിയേ, നമ്മൾ ടാൻജന്റ് വരച്ചിരിക്കുന്ന പോയിന്റ് ഏതാണ്? എ എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് നമ്മൾ ടാൻജന്റ് വരച്ചിരിക്കുന്നത്. നോക്കി ഫിഗർ നോക്കി, എ എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര വരച്ചിരിക്കുന്നത്. നോക്കി, ഞാൻ ഈ ഓയും എയും കൂടി ജോയിൻ ചെയ്യുവാണ്. ഇപ്പോ ഈ വരച്ചിരിക്കുന്ന വര സർക്കിളിന്റെ എന്താണ്? ഇത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന വരയാണ്, അല്ലെ? കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരച്ചിരിക്കുന്ന ഒരു വരയാണ്. ഈ സാധനം എന്താണ്? ഈ സാധനം സർക്കിളിന്റെ എന്താണ്?
സർക്കിളിൻ്റെ ആരമാണ് അല്ലെങ്കിൽ റേഡിയസ് ആണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ റേഡിയസിൻ്റെ ആരത്തിൻ്റെ പേരെന്താണ്? OA. ഇത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്ന ഒരു പോയിന്റും ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം. മനസ്സിലായോ? ദേ ശ്രദ്ധിച്ചു. നമ്മളൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ ഇത് ഞാൻ ഈ ഒരു പോയിന്റിൽ കൂടി ഒരു ടാൻജന്റ് വരച്ചു. അപ്പോൾ നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ ലോ പറയുന്നത് എന്താണ്? ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടെങ്കിൽ ഈ ടാൻജന്റ് വരച്ച പോയിന്റിലേക്ക് തന്നെ വരയ്ക്കണം. ഇപ്പൊ ഇങ്ങോട്ട് റേഡിയസ് വരച്ചിട്ട് അത് 90 ഡിഗ്രി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ടാൻജന്റ് വരച്ച പോയിന്റ് ഏതാണോ ആ പോയിന്റിലേക്ക് റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ ഇഷ്ടമുള്ള വരച്ചോ. റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ വരച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. 90 ഡിഗ്രി. ക്ലിയർ ആയോടാ? ക്ലിയർ ആയോ? ഇതേ വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറയാം. ഒരു സർക്കിള്, ആ സർക്കിളിന് എന്താണ്? ഒരു സെന്റർ അല്ല, സർക്കിളിന് ഒരു സെന്റർ. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ കൂടി ഞാനൊരു ടാൻജന്റ് വരയ്ക്കുവാണ്. ഇത് ടാൻജന്റ് അല്ലേ? ഒരു പോയിന്റിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. ഇനി ഈ ടാൻജന്റ് വരച്ച പോയിന്റിലേക്ക് റേഡിയസ് വരച്ചാൽ അല്ലെങ്കിൽ ഡയമീറ്റർ വരച്ചാൽ എന്ത് വേണമെങ്കിലും വരച്ചോ. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ നിയമം ഇത്രേ ഉള്ളൂ. എന്താണ്? ഒരു ടാൻജന്റും അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസും 90 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിൻ്റെ ചിഹ്നമാണിത്. എന്ന് പറഞ്ഞാൽ എന്താണ്? തൊടുവരയും പിന്നെ ഏതാണ്? നമ്മളുടെ ആരവും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കേട്ടല്ലോ? ലംബമായിരിക്കും. ഇതാണ് ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൽ ഒരു പോയിന്റിലൂടെ ടാൻജന്റ് വരയ്ക്കുന്നു. ടാൻജന്റ് വരച്ച പോയിന്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് അല്ലെങ്കിൽ ആരവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. എളുപ്പമല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യാം. ദേ ശ്രദ്ധിച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോടാ. ഇതേ നമ്മുടെ ചോദ്യം നോക്കിയേ. ചോദ്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു ഫിഗർ തന്നിട്ടുണ്ട്. PA ഈസ് ദ ടാൻജന്റ്. PA തൊടുവരയാണ്. അതായത് ഈ വരച്ചിരിക്കുന്ന ഈ വര എന്താണ്? തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് ആണ്. O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. O വൃത്തകേന്ദ്രവുമാണ്. O സർക്കിളിന്റെ സെന്റർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആംഗിൾ A കാണുക. ആംഗിൾ A ഏതാടാ? ദേ നോക്കിയേ. ആംഗിൾ A ഇതല്ലേ ആംഗിൾ A. ഇവിടെ നോക്കിയേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിളിന്റെ ടാൻജന്റും അതിൻ്റെ റേഡിയസും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇത് റേഡിയസ് അല്ലേ? എടാ ഇത് ടാൻജന്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോകും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആംഗിൾ P കണ്ടുപിടിക്കാനല്ലേ? നോക്കി, ഇതൊരു ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ അല്ലേ ഈ വരച്ചു വെച്ചേക്കുന്നത്? ഇത് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടി 150 എന്ന് കുറയ്ക്കണം. ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും അല്ലേ? അപ്പോൾ 180 എന്ന് കുറയ്ക്കണം. എത്ര? 90ഉം 30ഉം കൂടി കൂട്ടണം. 90 പ്ലസ് 30. അപ്പോൾ 180 മൈനസ് 90ഉം 30ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 120. 180 നിന്ന് 120 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഡിഗ്രി വരും? 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ P എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അതായത് ഇവിടെ എത്ര ഡിഗ്രി വന്നു? 60 ഡിഗ്രി. എളുപ്പമല്ലേ? ഈ മോഡൽ ഒരു ചോദ്യം ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. തൊടുവരയും ആരവും തമ്മിലുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇനി ബാക്കി അടുത്ത ചാപ്റ്റർ, അടുത്ത പാർട്ടിൽ.